മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മാമൻ്റെ പണി എന്തായിരുന്നു എന്ന് ആരെടുത്തെന്ന് ചോദിച്ചാൽ അറിയോ? അദ്ദേഹം പുരാതനമായ ഗണപതിയുടെയും പരമശിവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ വിഗ്രഹങ്ങൾ തേച്ചു മിനുക്കി വിറ്റിരുന്ന ഒരു ആൻറ്റിക് ഡീലറായിരുന്നു. ഈ മക്കയിലിരിക്കുന്നത് എന്താണ്? അതിനകത്തിരിക്കുന്ന കാർബണിനകത്തിരിക്കുന്ന ശിവക്ഷേത്രത്തിലെ ആചാര രീതികൾ തന്നെയാണ് അവിടെ നിന്നും തുടരുന്നത്. വലത്തോട്ടുള്ള പ്രദക്ഷിണത്തിന് മറി ഇടത്തോട്ടായിരുന്നു. ഇന്ന് മുഹമ്മദ് നബി ആണെങ്കിൽ അവസാന നബി ആണെങ്കിൽ ആദ്യ നബി ആരാണെന്ന് ഓർത്തു? മഹാദേവൻ തന്നെ. മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും, പക്ഷെ മുസ്ലിങ്ങൾക്കകത്തുള്ള തീവ്രവാദികളെ, അതിനകത്തൊരു മതമുണ്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മതം. ഹദീസുകളെ നമ്മൾ വായിക്കണം, പഠിക്കണം. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, പറയാൻ ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തീർത്തുകളയും. യൂണിവേഴ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് നിശബ്ദമാണ്. കുറച്ചുകൊണ്ട് വരുന്ന പട്ടിയുടെ കടി കൊണ്ട് മരണം ഉണ്ടാവില്ല, പക്ഷെ നിശബ്ദമായിട്ട് വരുന്ന ഒരു പാമ്പിന്റെ കടി അവിടെ ചെന്ന് അങ്ങനെ ധ്യാനിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. രാത്രി കാലങ്ങളിൽ അപ്സരസ് വരെ നമ്മളടുത്ത് വരും. നമ്മളടുത്ത് ലൈംഗികമായി ബന്ധപ്പെടാൻ പോലും അവരാവശ്യപ്പെടും. അപ്സരസ് സെക്സിനൊക്കെ ഭയങ്കര തലമുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ സ്പാ സെന്ററിൽ പോകുന്നതും. പക്ഷെ അവിടെ എനർജി എങ്ങനെയാണ് മാറ്റുന്നത്? എന്താ സെക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ? ഇല്ല. ഈ മുള്ളണ സാധനം മുട്ടിച്ച് കളിക്കുന്നതല്ലല്ലോ സെക്സ്, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതല്ലല്ലോ സെക്സ്. ഈ ഓമെന്ന് എഴുതുന്നതിനെ എടുത്ത് തിരിച്ച് മറിച്ചിട്ട് വാലെടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ന് വായിക്കും. ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത വാക്കെന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. പക്ഷെ എൻ്റെ ഒരേ ഒരു സംശയമാണ്, ഇപ്പോൾ പല ഗുരുക്കന്മാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു ജാതി മത വേർതിരിവ് പലപ്പോഴും ഉണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ഈഗോയിസ്റ്റിക് ആയിരിക്കും. മറ്റൊരു ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ മറ്റൊരു ശിഷ്യൻ ഗുരുവിനേക്കാൾ മുകളിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അത്തരത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. പല ഗുരുക്കന്മാരെയും ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്വഭാവങ്ങൾ പലപ്പോഴും പല ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവും. ഇന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ് ഒരു പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ മതത്തിന്റെ പേരിൽ ഇപ്പോൾ അങ്ങനെയുടെ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റിനെതിരെ അതിശക്തമായിട്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവിടെയാണ് എല്ലാ മനുഷ്യരെയും ഒരേപോലെയല്ലേ കാണേണ്ടത്? ഒരു മതത്തിന്റെ വേർതിരിവ് ആവശ്യമുണ്ടോ? മതം ഇല്ല, അവിടെ വലിയൊരു ടോപ്പിക്കാണിത്. ഇപ്പം അങ്ങ് പറഞ്ഞ ആദ്യത്തെ ഇത് പറയുകയാണെങ്കിൽ, ഓരോ ഗുരുക്കന്മാർക്കും ഓരോ ജാതിവെറിയും മതചിന്തയും ഒക്കെ ആയിട്ട് ആൾക്കാരെ വിലയിരുത്തുന്നവരുണ്ട്. അവരൊന്നും ആത്മീയമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരല്ല. അത് വളരെ മോശമായ താഴ്ന്ന തലത്തിലെ മതചിന്തകളിൽ ജീവിക്കുന്നവരാണ്. അവർ ആത്മീയരാണെന്ന് അവർ ക്ലെയിം ചെയ്യുക. ദേ ആർ നോട്ട് സ്പിരിച്വൽ ആയിട്ടുള്ളവരല്ല. പിന്നെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നു. ഇസ്ലാം ആക്ച്വലി ഈ ഓമെന്ന് എഴുതുന്നതിനെ എടുത്ത് തിരിച്ച് മറിച്ചിട്ടിട്ട് വാലെടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ന് വായിക്കും. ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ആത്മീയപരമായുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തൽപരരായിട്ട് മുന്നോട്ട് വരുന്നവർ ഇസ്ലാം കുടുംബങ്ങളിൽ ജീവിക്കുന്ന പലരുമുണ്ട്, ഇഷ്ടം പോലെ. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ എടുക്കും. ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത വാക്കെന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മാമൻ്റെ പണി എന്തായിരുന്നു എന്ന് ആരെടുത്തെന്ന് ചോദിച്ചാൽ അറിയോ? ഇല്ല. അദ്ദേഹം പുരാതനമായ ഗണപതിയുടെയും പരമശിവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ വിഗ്രഹങ്ങൾ തേച്ചു മിനുക്കി വിറ്റിരുന്ന ഒരു ആൻറ്റിക് ഡീലറായിരുന്നു അദ്ദേഹം. നമ്മൾ ചോദിക്കും, ഇതെങ്ങനെ ഇസ്ലാം രാജ്യത്ത് ഈ സാധനം വന്നു? ചിന്തിക്കണം. അപ്പോൾ അവിടെ അതിന് തൊട്ടു മുമ്പ് ആരാധിച്ചിരുന്ന സംഭവം എന്താണ്? ഈ മക്കയിലിരിക്കുന്നത് എന്താണ്? അതിനകത്തിരിക്കുന്ന കാർബണിനകത്തിരിക്കുന്ന കബ്ബയിലിരിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ വേൾഡിൻ്റെ ഗ്ലോബിൻ്റെ ഒരു എനർജി പോർഷനാണ്. അവിടെയാണ് ഇത് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അവിടുത്തെ ആചാരങ്ങളും ദുരാചാരങ്ങളെയും പല രീതിയിൽ മാറ്റിമറിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായി ഇവരുടെ. എന്നാൽ അവിടെ നോക്കൂ, ശിവക്ഷേത്രത്തിലെ ആചാര രീതികൾ തന്നെയാണ് അവിടെ നിന്നും തുടരുന്നത്. വലത്തോട്ടുള്ള പ്രദക്ഷിണത്തിന് മറി ഇടത്തോട്ടായിരുന്നേ ഉള്ളൂ. ഈ ചന്ദ്രകല എന്ന് പറയുന്നൊരു സാധനം, അതിലെല്ലാത്തിനും ശിവന്റെ ചന്ദ്രകലയെ നമ്മൾ കാണുന്നുണ്ടാവും. ഇന്ന് മുഹമ്മദ് നബി ആണെങ്കിൽ അവസാന നബി ആണെങ്കിൽ ആദ്യ നബി ആരാണെന്ന് ഓർത്തിട്ടുണ്ടോ? മഹാദേവൻ തന്നെ. ശുക്രാചാര്യൻ
ആരാധിക്കുന്ന ഒരു വിങ്ങാണ് അത്. അപ്പം ശുക്രാചാര്യൻ ഈ പറയുന്ന വെള്ളിയാഴ്ചയുള്ള ആരാധന നടത്തിയിരുന്നു. ശുക്രാചാര്യന് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ഇത്. ശുക്രാചാര്യൻ അതുപോലെ വിഷ്ണുവിനെയും ശിവനെയും തമ്മിൽ നമ്മൾ അതിനെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ശൈവരും വൈശ്യരും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഒരു ഭയങ്കര ശത്രുക്കളാണ്. അതുപോലെ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പറ്റുമെങ്കിൽ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. പക്ഷേ മുസ്ലിങ്ങൾക്കകത്തുള്ള തീവ്രവാദികളെ, അതിനകത്തൊരു മതമുണ്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മതം. ഹദീസുകളെ നമ്മൾ വായിക്കണം, പഠിക്കണം. ഇതിനകത്തുള്ള ക്രൈം ഫാക്ടേഴ്സ് ഉണ്ട്. ആ സൈഡ് ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. ഒരു സൈഡിൽ സ്നേഹവും ശാന്തിയും സമാധാനവും എന്ന് പറഞ്ഞ് വരിട്ട് അടുത്ത സമയത്ത് വയലൻസും ഇതുമായിട്ട് നടക്കുന്ന, രണ്ടും കൂടെ സിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു രീതികളുണ്ട്. ഒരു പരസ്പര ബന്ധമില്ലാത്ത ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെയാണ് ഞാൻ എതിർക്കുന്നത്. ഇതിനകത്തുള്ള തീവ്രവാദത്തെയാണ് ഞാൻ എതിർക്കുന്നത്, ഭീകരതയാണ് എതിർക്കുന്നത്. അവരുടെ അതിൽ തന്നെ അവൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പഠിപ്പിക്കുന്ന ഒരു സൈഡ് പറയുമ്പോഴും ആ മതത്തിൻ്റെ അകത്തു നിന്നുണ്ടാവുന്ന കുറേ മാറ്റങ്ങൾ വളരെ സ്പിരിച്വൽ ബേസ് ചെയ്ത് നിന്നുകൊണ്ട് ആ മതത്തിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതികൾ, ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. പറയാൻ ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തീർത്തുകളയും. പിന്നെ ഇവരുടെ മാഫിയ അത്രയും വലുതാണ്. നമ്മൾ ഒരു എനർജിയിൽ റിലേറ്റീവ് നിൽക്കുകയാണ്. ഈ എനർജി കൊണ്ട് നമുക്ക് ഇവരെ മാറ്റാൻ കഴിയില്ലേ? അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചോദിച്ചില്ലേ, സംസാരങ്ങൾ കുറയ്ക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നിശബ്ദമാണ്. ഞാനിപ്പോൾ പഴയതുപോലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞില്ല, സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചിരുന്നു. ഇനി നിനക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെന്തിനാ സംസാരിക്കണേ? കുറച്ചുകൊണ്ട് വരുന്ന പട്ടിയുടെ കടി കൊണ്ട് മരണം ഉണ്ടാവില്ല, പക്ഷെ നിശബ്ദമായിട്ട് വരുന്ന ഒരു പാമ്പിൻ്റെ കടി മരണത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ നമ്മൾ ചിലത് പറയാതിരിക്കുക, നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ആ സൈലൻസിൽ ചില കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരെയും ഇപ്പോൾ ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും എല്ലാ മനുഷ്യനും, ഞാൻ ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഇപ്പം. ആ ആ മന്ത്രം പോലും ഞാൻ അത് സത്യയുഗത്തിൽ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ പറഞ്ഞത് കലിയുഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. മന്ത്രജപത്തിന് ശക്തിയുള്ള കാലമാണിത്. ഇപ്പം ഏറ്റവും കൂടുതൽ താന്ത്രിക ആചാരപ്രകാരവും മന്ത്രങ്ങളും ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന, വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ് കലിയുഗം. 1000 വർഷം ജപിക്കേണ്ട ഇവിടെ 100 ദിവസം ജപിക്കേണ്ട പോലെ ജപിച്ചാൽ ഫലം കിട്ടുന്നതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ജനിക്കാൻ വേണ്ടി പലരും ആഗ്രഹിക്കുക പോലും ചെയ്യും. അപ്പോൾ ഇവിടെ ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എത്ര തീവ്രവാദികളുണ്ട്, എത്ര കരിഞ്ചന്തക്കാരന്മാരുണ്ട്, എത്ര പവേർട്ടഡ് ആയിട്ടുള്ളവരുണ്ട്, എത്ര വിമനൈസേഴ്സ് ഉണ്ട്, എത്ര ദ്രോഹികളുണ്ട്, എത്ര ലൂട്ടേഴ്സ് ഉണ്ട്, എത്ര കൊള്ളക്കാരുണ്ട്, എത്ര ചതിയന്മാരുണ്ട്. ഇവർക്കെല്ലാവർക്കും സുഖം കിട്ടിക്കഴിഞ്ഞാൽ, അത് മന്ത്രസിദ്ധി ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മളൊരു മന്ത്രം പറഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ ഭയങ്കര പെട്ടെന്ന് കിട്ടും. അതിന് റിസൾട്ട് എല്ലാവർക്കും സുഖം കിട്ടുക എന്ന് പറഞ്ഞാൽ, ഈ ദുഷ്ടനും സുഖം കിട്ടിക്കഴിഞ്ഞാൽ അവൻ സാത്വികരായിട്ടുള്ളവരെ വെറുതെ വെച്ചിക്കൂ. പക്ഷെ അവരെയും ദൈവം സൃഷ്ടിച്ചതല്ലേ? എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചതാണ്. അങ്ങനെ ഈ സൃഷ്ടി ഇവിടെ ഉള്ളതാണല്ലോ. ഇവിടെ യുക്തി കൊണ്ടാണല്ലോ നമ്മൾ സർവൈവ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് കരുതിയിട്ട് എല്ലാവരും മനുഷ്യരാണ്. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ, അല്ല എല്ലാവരും മനുഷ്യരാണല്ലോ, അവൻ ചെയ്തിരിക്കുന്ന അവൻ ഒരാളെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നു, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? ദൈവം ഉണ്ടാക്കി കൊടുത്ത ലിംഗം കൊണ്ടാണല്ലോ ദൈവം ഉണ്ടാക്കി കൊടുത്തൊരു യോനിയിലേക്ക് ആവശ്യമില്ലാതെ അദ്ദേഹം ചില ഹീനകർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തലയിൽ വെച്ചൂടെ? ഇപ്പോൾ ഒരാളിങ്ങനെ ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ മനുഷ്യ സൃഷ്ടിയല്ലേ, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ എന്ന് പറഞ്ഞ് കോടതി അവരെ വെറുതെ വിടുമോ? കർമ്മഫലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായാലേ പറ്റുള്ളൂ. തിന്മയുടെ പ്രതിരൂപങ്ങളായിട്ടിരിക്കുന്നതിനെ തിന്മയായി കാണണം. തിന്മയുണ്ടെങ്കിലേ നന്മയുടെ മഹത്വം അറിയാൻ പറ്റുള്ളൂ. ഇരുട്ടുണ്ടെങ്കിലേ പ്രകാശത്തിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റുള്ളൂ. സമയം നമ്മൾ തിരിച്ച് ഹിമാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങ് ആദിത്യനെ കണ്ടു, ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചെന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവിടെ കണ്ടത്? അവിടെ കണ്ടത് നമ്മൾ ടൂറിസ്റ്റുകൾ പോകുമ്പോൾ കാണുന്ന പോലുള്ള മഞ്ഞുമലകളും മഞ്ഞ് ഉരുകിയിരിക്കുന്ന അവസ്ഥയും ഗംഗ ഒഴുകുന്നതും
ഉറഞ്ഞു കിടക്കുന്നതും പലതും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതല്ലല്ലോ അവിടെ അനുഭവിച്ചതാണ്. അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഹരിദ്വാറിൽ ചെന്ന് ഒരു സ്നാനമുണ്ട്. അവിടെ ചെന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഋഷികേശിൽ ഒരു ധ്യാനമുണ്ട്. അവിടെ ചെന്ന് അങ്ങനെ ധ്യാനിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. നമുക്ക് കാണാൻ സാധിക്കും. ആ ഫീല് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബദ്രിനാഥിൽ പോയിട്ട് അവിടെയുള്ളൊരു ദർശനമുണ്ട്. അവിടെ ബദ്രിനാഥിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അപ്സരസ് വരെ നമ്മളടുത്ത് വരും. നമ്മളടുത്ത് ലൈംഗികമായി ബന്ധപ്പെടാൻ പോലും അവരാവശ്യപ്പെടും. അപ്സരസ് നമ്മുടെ തപസ്സുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. സെക്സിനൊക്കെ ഭയങ്കര തലമുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ സ്പാ സെൻറ്ററിൽ പോകുന്നതും ഒരു അവിഹിതം മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോൺ അഡിക്ട്സ് ആയിട്ട് ഏതെങ്കിലും ഇതിൽ പോകുന്നതൊന്നും അല്ല സെക്സ് എന്ന് പറയുന്നത്. സെക്സിന് ഒരു വലിയൊരു ഇതുണ്ട്. സ്പിരിച്വൽ എനർജി എക്സ്ഫർ എന്നാണ് അതിൻ്റെ ഇത്. നമ്മളുടെ രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള കൂട്ടിമുട്ടലാണത്. എനർജിയെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരാളുടെ ഇപ്പം ചില സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എനർജി കൂടും. നമ്മളുടെ ചിലരാണെങ്കിൽ അതോടുകൂടി തകർന്നു പോകും. അതാണ് നമ്മൾ പറഞ്ഞ പെണ്ണ് പിടിച്ച് നടക്കുന്നവൻ നശിച്ചു എന്ന് പറയും. സ്ത്രീകളുടെ യൂനിക്കകത്ത് ഒരു ദേവതയുണ്ട്. അത് ചിലത് ഭൈരവിയാവാം, ചിലത് ഭദ്രയാവാം, കാളിയാവാം, പല രീതിയിൽ ദുർഗയാവാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാതെ, ആ എനർജിയെപ്പറ്റി അറിയാതെ ബന്ധപ്പെടുന്ന സൗന്ദര്യമൊക്കെ കണ്ട് വെളുത്തിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, നല്ല ബോഡിയാണെന്ന് കരുതിയൊക്കെ ഇങ്ങനെ പവേർട്ടഡ് മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന വലിയ ഒരു എനർജിയുടെ ചതിക്കുഴികളുണ്ട്. അതായത് ആ എനർജി നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കംപ്ലീറ്റ് മാറ്റിക്കളയും. പക്ഷെ അതെങ്ങനെയാണ്? ഇപ്പോൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ അവിടെ എനർജി എങ്ങനെയാണ് മാറ്റുന്നത്? എന്താ സെക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ? ഇല്ല. അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കൂ. കാലങ്ങളുണ്ടല്ലോ, അനുഭവിച്ച് മനസ്സിലാക്കും. ഈ മുള്ളണ സാധനം മുട്ടിച്ച് കളിക്കുന്നതല്ലല്ലോ സെക്സ്, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതല്ലല്ലോ സെക്സ്.